ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സബ് ആംപ്ലിഫയർ ആണ്. സബ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് എന്താ കൺട്രോൾ ഒക്കെ ഉണ്ടെന്നായിരിക്കും അടുത്ത ചിന്ത, അല്ലെങ്കിൽ അടുത്ത കമന്റ് ഇടാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ ഞാൻ പറഞ്ഞുതരാം, ഇത് ലെഫ്റ്റ് റൈറ്റ് ചാനലിൽ നിന്ന് പ്രീ ഔട്ട് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. സബ് വൂഫറിന്റെ ബോർഡ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് പ്രീയും സബ് മാത്രമേ ഈ ആംപ്ലിഫയറിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആംപ്ലിഫയറിൽ ഇതിന്റെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം നമ്മളെ കസ്റ്റമർ, പുള്ളിയുടെ ഫുൾ ക്രെഡിറ്റും കസ്റ്റമർക്കുള്ളതാണ്. കാരണം വെച്ചാൽ പുള്ളിയാണ് പറഞ്ഞ് ഈ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ വരച്ച് അളവെടുത്തായാലും ഓരോ കാര്യങ്ങളായാലും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് പുള്ളിക്കാരന് പറഞ്ഞ അതേ രീതിയിൽ നമ്മളൊരു ഫ്രണ്ട് പാനല് ഗ്ലോസിലും മാറ്റിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ സെറ്റാക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ ഫ്രണ്ട് പാനലിലോട്ട് കിടക്കാം. രണ്ട് മൈക്കിന്റെ ഓളയും എക്കോ, ഡിലേ, മ്യൂസിക്, ബേസ്, ട്രിപ്പിൾ, ഈ ഒരു രീതിയിലാണ് നമ്മൾ കൺട്രോളിംഗ് പാനൽ ചെറുത് കൊടുത്തിരിക്കുന്നത്. വലുതായിട്ട് നമ്മൾ മാസ്റ്റർ കൺട്രോളും കൊടുത്തിട്ടുണ്ട്, അതായത് എൻകോഡർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സബ് വൂഫറിന് വേണ്ടി വലിയൊരു കൺട്രോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാനലിലെ കൺട്രോൾ കൂട്ടാൻ വേണ്ടി ഒരു ഓളിയത്തിന്റെ ഒരു നോബുകൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്സ് ഔട്ട് എടുക്കാൻ വേണ്ടി എല്ലാത്തിലും നമ്മൾ ആക്സ് ബാക്ക് സൈഡിലാണ് വരുന്നത്. ഇപ്പൊ ഇതിന് കസ്റ്റമറിന് ഫ്രണ്ട് സൈഡ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അതും ഒരു ഡിസൈൻ ഏകദേശം പുള്ളി തന്നെ പറഞ്ഞു തന്നത്. ആ ഒരു രീതിയിൽ തന്നെ നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള ആംപ്ലിഫയറിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ ഒപ്പീനിയൻ അനുസരിച്ച്. G-Starന്റെ 2.1 റിമോട്ട് കിറ്റ് ആയിരുന്നു നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആ ഒരു വ്യൂ മീറ്ററും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്കിനി ഇൻസൈഡിലെ ഡീറ്റെയിൽ നോക്കാം. ഇൻസൈഡിലോട്ട് വരുമ്പോൾ എല്ലായ്പ്പോഴും പറയാൻ കണ്ണി ഇപ്രാവശ്യം ട്രാൻസ്ഫോമറിൽ തന്നെ പറയാം. ട്രാൻസ്ഫോമർ നമ്മൾ ചെയ്തിരിക്കുന്നത് 38 8 ആംപിയറിലാണ് നമ്മൾ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു സബ് മാത്രമേ ഉള്ളൂ. പിന്നെ സിംഗിൾ 12 ഒരു 3 സപ്ലൈ, 18 വോൾട്ടിൻ്റെ ഒരു സപ്ലൈ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 0.7 ഒരു സിംഗിൾ സപ്ലൈ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത് 63 വോൾട്ടിൻ്റെ 10,2 കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു സബ് ഫിൽറ്ററിന് വേണ്ടിയാണ്, കുമാറിൻ്റെ ബോർഡിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 3 മിക്സിൻ്റെ മെറ്റൽ ടയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കുമാർ ഓഡീസിൻ്റെ ബോർഡാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 6 ട്രാൻസ്ഫർ വരുന്ന തണ്ടർ മോണോ എന്ന് പറയുന്ന കുമാർ ഓഡീസിൻ്റെ ബോർഡാണ്. പിന്നെ നമ്മൾ റിമോട്ട് കിറ്റ് G-Starൻ്റെ, നിങ്ങൾക്ക് അറിയാമല്ലോ, G-Starൻ്റെ റിമോട്ട് കിറ്റാണ്. ബാക്ക് സൈഡിൽ നമ്മൾ ബാക്ക് പാനൽ ഡിസൈൻ ചെയ്തിട്ട് അതിൽ ചെയ്തിരിക്കുകയാണ്. പിന്നെ ബനാന സോക്കറ്റാണ് സബിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ, D-Techൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് സബ് വൂഫറിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഫാൻ കൺട്രോളായിട്ട് ഉപയോഗിക്കുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റ് ആവുന്നതനുസരിച്ച് ടെമ്പറേച്ചർ വരുന്നതനുസരിച്ച് ഓൺ ആവാനും ഓഫ് ആവാനുള്ളൊരു ഫാൻ കൺട്രോൾ. പിന്നെ ആ D-Techൻ്റെ കരോക്കെ ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞാൽ D-Tech ഓഡീസിൻ്റെ കരോക്കെ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഫ്രണ്ട് പാനലിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ബട്ടൺ കൊടുത്തിരിക്കുന്ന പുഷ് ബട്ടണാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുഷ് ബട്ടണാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം ആ പുള്ളിയുടെ ഒരു ഐപാഡിനകത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്വിച്ച് ഹെവി ആയിട്ടുള്ള ഒരു വലിയൊരു സ്വിച്ചാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. പിന്നെ ടോൺ കൺട്രോളായിട്ട് ബ്രെയിൻ ഓഡിയോസിൻ്റെ ടോൺ കൺട്രോളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. 2-way ടോൺ കൺട്രോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു സപ്ലൈ നമ്മൾ എടുത്തിരിക്കുന്നത് സബ് ഫിൽറ്ററിന് വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സബ് ഫിൽറ്ററിന് വേണ്ടി മാത്രം നമ്മളൊരു സിംഗിൾ സബ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബക്ക് കൺവെർട്ടർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് G-Starൻ്റെ ബോർഡ് വർക്ക് ചെയ്യുമ്പോഴത്തേനും വ്യൂ മീറ്ററിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഒരു ബക്ക് കൺവെർട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഫാൻ കൂടെ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലോട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട് സൈഡിൽ, അതായത് ബാക്ക് സൈഡിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ അക്രലിക്കിൽ ചെയ്തിരിക്കുകയാണെന്നുള്ളത്. അപ്പം ഇത് പവർ സോക്കറ്റ്, നമ്മൾ 3-pin പവർ സോക്കറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് G-Starൻ്റെ ബോർഡുകൾ അത് നമ്മൾ ആ അളവ് കൊടുത്ത അതിന് വേണ്ടി കട്ട് ചെയ്യിപ്പിച്ച്. പിന്നെ ഇത് ഓഡിയോ ഔട്ട് എടുക്കാൻ വേണ്ടി, ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട് എടുക്കാൻ വേണ്ടി ഓഡിയോയ്ക്ക് വേറെ സെക്ഷൻ കൊടുക്കുക. ഇത് സബ് വൂഫറിന് വേണ്ടി ഉള്ള കണക്ഷൻ. പിന്നെ ഒരു ഫാന് വേണ്ടിയുള്ളൊരു സെറ്റപ്പ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ എല്ലാ പാർട്സുകളും നമ്മളെ കസ്റ്റമർ തന്നെയായിരുന്നു നമ്മൾ കൊണ്ടെത്തിച്ചു തന്നത്. ഫ്രണ്ട് USB മീറ്റർ ആയാലും വ്യൂ മീറ്റർ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ, കരോക്കെ ബോർഡ്, സബ് ഫിൽറ്റർ ബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കസ്റ്റമർ തന്നെയായിരുന്നു നമുക്ക് എത്തിച്ചു തന്നത്. ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തതും ബോർഡിൽ അസംബിൾ ചെയ്തതും മാത്രമേ ഉള്ളൂ നമ്മൾ. ബാക്കി ഇത്രയും അതിൻ്റെ കസ്റ്റമർ തന്നെ കൊണ്ടുവന്നതായത് നമ്മൾ ജസ്റ്റ് ഒരു വർക്കിംഗ് വീഡിയോകൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നു. എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നീടെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഓഡിയോ ഔട്ട് എടുത്തിട്ട് നമ്മൾ വേറൊരു ആംപ്ലിഫയറിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ആംപ്ലിഫയറിൻ്റെ പെർഫോമൻസ് അനുസരിച്ചും ക്വാളിറ്റി വ്യത്യാസം വരും.
ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അടുത്ത ഒരു വെറൈറ്റി ആംപ്ലിഫയറോ അല്ലെങ്കിൽ നല്ല അടിപൊളി ഒരു ആംപ്ലിഫയറോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.